പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒക്ടോബർ മാസത്തിന്റെ പ്രത്യേകമാം ചൈതന്യത്തില് മക്കൾക്ക് വേണ്ടി മാതൃസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ നമ്മളിന്ന് ആരംഭിക്കുകയാണ്. മോണിക്ക പ്രാർത്ഥനയിലൂടെ കഴിഞ്ഞ 33 ദിവസങ്ങൾ മക്കൾക്ക് വേണ്ടി ശക്തമായി നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മുടെ മക്കളുടെ രക്ഷയ്ക്കും നമ്മുടെ കുടുംബത്തിന്റെ കൃപയുടെ വളർച്ചയ്ക്കുമായിട്ട് നമ്മൾ ഈ പ്രാർത്ഥന തുടരുകയാണ്. ഒക്ടോബർ മാസത്തിന്റെ ശക്തമായ അഭിഷേകത്തിലും കൃപയിലും നിറഞ്ഞു നിന്നുകൊണ്ട് നമുക്കറിയാം, ഒക്ടോബർ മാസം ജപമാല മാസമാണ്. ജപമാലയുടെ ചരിത്രമൊക്കെ നമ്മൾ ധ്യാനിച്ചു, മനസ്സിലാക്കി. ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയില്, കർത്താവിന്റെ വലിയ പദ്ധതിയില് സൃഷ്ടിക്കപ്പെട്ടവളാണ് പരിശുദ്ധ. ഞാൻ പറഞ്ഞു, മാതാവ് പുതിയ നിയമത്തിന്റെ അടിസ്ഥാന ശിലയാണ്. ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ്. ഈ അമ്മയിലാണ്, ഈ അമ്മയാകുന്ന അടിസ്ഥാന ശിലയിലാണ് പുതിയ നിയമം അല്ലെങ്കിൽ രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത്, പണിയപ്പെടുന്നത്. കാരണം അമ്മയിലൂടെയാണ് രക്ഷകൻ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാതാവിനെ നമ്മുടെ സഹരക്ഷകിയാക്കി മാറ്റിക്കൊണ്ട് സ്വർഗം നമ്മുടെ രക്ഷയ്ക്ക്, കൃപയിലുള്ള വളർച്ചയ്ക്ക്, സ്വർഗത്തിന്റെ സംരക്ഷണത്തിന്, തിന്മയ്ക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന് അമ്മയെ നമുക്ക് നൽകിയിരിക്കുക. അതുകൊണ്ട് തന്നെ മാതാവ് വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തില്, അവസ്ഥയില്, പ്രതിസന്ധിയിലൊക്കെ ശക്തമായി ഇടപെട്ട ചരിത്രമാണ് ലോക ചരിത്രം, ക്രൈസ്തവ ചരിത്രം. കുരിശിൽ കിടന്നുകൊണ്ട് ആ കുരിശിൽ ചുവട്ടി നിൽക്കുന്ന, അനാഥൻ എന്ന പോലെ നിൽക്കുന്ന യോഹന്നാനെ നമ്മുടെയൊക്കെ പ്രതീകമാണ്. ഈ ലോകത്തില് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, ആ സമയത്ത് ഈശോ സുരക്ഷിതമായ കരങ്ങളിൽ യോഹന്നാനെ പരമേൽപ്പിച്ചു. അതാരുടെ കരങ്ങളിലാ? സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ഈ അമ്മയെ ഈശോ പരമേൽപ്പിച്ചു. അത് നമ്മയൊക്കെ ഈശോ ചെയ്ത ഒരു വലിയ സംരക്ഷണം ഏൽപ്പിക്കലാണ് മാതാവിന്. അതുകൊണ്ട് തന്നെ സ്വർഗം ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് മാതൃ സംരക്ഷണം, മാതൃ സാന്നിധ്യം, മാതാവിന്റെ ശക്തമായ ഇടപെടൽ. അതുകൊണ്ട് തന്നെ ഓരോ അവസ്ഥയില്, തകർച്ചയില്, രോഗത്തില്, പ്രതിസന്ധികളിലൊക്കെ ദൈവജനം ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചപ്പോഴൊക്കെ ദൈവം വിട്ട അല്ലെങ്കിൽ അയച്ച ശക്തമായ രക്ഷാകര ഉപകരണമാണ് പരിശുദ്ധ. ഡൊമിനിക്കിന്റെ ചരിത്രം നമ്മൾ കണ്ടു. സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, കഠിനമായ പാപികൾക്ക് വേണ്ടി ചങ്കുപൊട്ടി ഉപവസിച്ച് ത്യാഗം ചെയ്ത് സ്വയം പീഡിപ്പിച്ച് ആ വനാന്തരത്തില് ഏകനായി പ്രാർത്ഥിച്ചപ്പോ സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ ഇടപെട്ടു. അങ്ങനെ ശക്തമായ മാനസാന്തരം, ഒരു തിരിച്ചുവരവ്, ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ഈ ജപമാല പ്രാർത്ഥനയിലൂടെ സംഭവിച്ച ചരിത്രം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി, അമ്മയുടെ ഇടപെടല്, ജപമാലയുടെ ശക്തിയുടെ അടിസ്ഥാനം എന്നുള്ള ടോക്കിലൊക്കെ നമ്മൾ കണ്ടു, കേട്ടു, മനസ്സിലാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒക്ടോബർ മാസത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട്, ജപമാലയുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട്, കൂടുതൽ ആഴത്തിൽ നമ്മൾ അമ്മയുടെ സാന്നിധ്യം, സൈന്യാധിപയായ അമ്മയുടെ സാന്നിധ്യം വിളിച്ചു കൊണ്ടുവന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ശക്തമായ സ്വർഗത്തിന്റെ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കണം.
നമ്മളിന്ന് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ ശക്തി, അമ്മയുടെ സാന്നിധ്യത്തിന്റെ ശക്തിയെക്കുറിച്ചൊക്കെ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം മാതൃസന്നിധിയിൽ പ്രാർത്ഥിക്കും. അമ്മ ഇടപെടും. ഒരമ്മയ്ക്കറിയാം ഒരു മകന്റെ നാശത്തിന്റെ വേദന എത്രമാത്രമാണെന്ന് അറിയാവുന്നത് അമ്മയ്ക്ക്. അതോടൊപ്പം തന്നെ അപ്പനും ഒരു പരിധിവരെ. പക്ഷെ ഇന്ന് അനേകം അപ്പന്മാര് ഓരോന്ന് സംഭവിക്കുമ്പോ അവരവരുടേതായ വഴിയിലേക്ക് പോവാ. കൂട്ടുകെട്ട്, മദ്യപാനം, ദൈവത്തിലേക്ക് അടുക്കേണ്ട സമയത്ത് ദൈവത്തിലേക്ക് അടുക്കാതെ അനേകം അപ്പന്മാര് അകന്നു പോകുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം മാതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. അപ്പനും അമ്മയും ഒരു കുടുംബം മുഴുവനും ഒരുമിച്ച് ഓരോ അവസ്ഥയില്, തകർച്ചയില്, പ്രതിസന്ധിയില് മാതാവിനെ വിളിച്ച് അതുപോലെ പ്രാർത്ഥിച്ചാൽ സ്വർഗം ഇടപെടും. നമ്മുടെ കുടുംബത്തിൽ, മക്കളിൽ വലിയ മാറ്റമുണ്ടാവും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം, പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ട ദൈവദൂതൻ കടന്നു വന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വചനം പറയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. വിശുദ്ധ ഡൊമിനിക്കിനോട് ജപമാലയുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്, ഈ തിന്മയ്ക്കെതിരെ, ഈ കഠിന പാപത്തിനെതിരെ, ഈ പാഷണ്ഡതയ്ക്കെതിരെ സ്വർഗം ആഗ്രഹിക്കുന്ന എതിരായിട്ടുള്ള ആയുധമാണ് റിസൈറ്റ് ദി എൻജലിക് സാൾട്ടർ. മാലാഖയുടെ ഈ പ്രകീർത്തനം ആവർത്തിച്ച് ആവർത്തിച്ച് പറയണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വാക്കിന്, ഈ അഭിസംബോധനയ്ക്ക്, ഈ ഒരു പ്രഖ്യാപനത്തിന് വലിയ അർത്ഥമുണ്ട്. എന്താണ്? ദൈവ കൃപ നിറഞ്ഞവൾ പരിശുദ്ധയമ്മ. ഞാൻ പലവട്ടം പറഞ്ഞു, ദൈവകൃപ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ പിശാചിന് അവകാശം കിട്ടിയത്. പെട്ടെന്ന് നമ്മുടെ മക്കള് നശിച്ചു പോകാനും തകർന്നു പോകാനും പാപത്തിലേക്ക് വീണു പോകാനും കാരണം എന്താ? ദൈവകൃപ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാ. നമ്മുടെ ആദ്യ മാതാപിതാക്കള് ആ ദൈവിക ജീവനില് കൃപയിൽ നിറഞ്ഞു നിന്ന സമയമുണ്ട്. ആ സമയത്ത് അവര് തോട്ടത്തിൽ കൂടെ നഗ്നരായിട്ട് നഗ്നരായിരുന്നു. എന്നാൽ ജഡികാസക്തി ഇല്ല. നഗ്നതയായിരുന്നിട്ട് പോലും ജഡികാസക്തി ഇല്ലാത്തതിന്റെ അടിസ്ഥാനത ദൈവകൃപയിൽ നിറഞ്ഞിരുന്നു. ദൈവിക ജീവനിൽ അവർ നിറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളും നമ്മളൊക്കെ പെട്ടെന്ന് വീണു പോകാനും ലോകത്തിന്റെ പിന്നാലെ, ജഡത്തിന്റെ പിന്നാലെ, പിശാചിന്റെ പിന്നാലൊക്കെ പെട്ടെന്ന് പോകാൻ കാരണം എന്താ? ദൈവകൃപയില്ലാത്തത് കൊണ്ടാ. അതുകൊണ്ട് ഈ മാതാവിന്റെ സ്പെഷ്യലൈസേഷൻ ദൈവകൃപ നിറഞ്ഞവൾ. ഈ കൃപ നിറഞ്ഞവളിലുള്ള പ്രത്യേകം അറിയോ? പിശാചിന് ഒരിക്കലും ഇവിടെ തൊടാൻ പറ്റില്ല. ഒരു പ്രലോഭനത്തിന്, ലോകാരൂപിക്ക്, ഒരാസക്തിക്ക്, ഒരു തിന്മയ്ക്ക് മാതാവിനെ തൊടാനോ സ്വാധീനിക്കാനോ പറ്റത്തില്ല. കാരണം ദൈവിക ജീവന്റെ ദൈവകൃപയുടെ നിറവിൽ നിറയപ്പെട്ടവളാണ് പരിശുദ്ധയമ്മ. അതുകൊണ്ട് തന്നെ ഈ മാതാവിന്റെ സാന്നിധ്യം നമ്മൾ വിളിച്ചപേക്ഷിക്കുകയാണ്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. ആ വിളി കേൾക്കുമ്പോ തന്നെ ഉണ്ടല്ലോ, കൃപ നിറഞ്ഞവൾ എന്നുള്ള വിളി കേൾക്കുമ്പോ തന്നെ ഫുൾട്ടൻ ജംഗ്ഷൻ പറഞ്ഞ പോലെ സാത്താൻ ഞടുങ്ങി വിറയ്ക്കും. നരകത്തിന്റെ കവാടങ്ങൾ പ്രകമ്പനം കൊള്ളും. ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മുടെ വീട്ടിലോ, നമ്മുടെ കുടുംബത്തിലോ, നമ്മുടെ മക്കളിലോ ഉണ്ടെങ്കിൽ ഈ മാതാവിനെ വിളിച്ച് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പ്രാർത്ഥിക്കുമ്പോ, അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോ, അമ്മയുടെ സാന്നിധ്യം, ആ വാക്കിലുള്ള ആത്മാവും ജീവനും അവിടെയുള്ള തിന്മയുടെ രൂപികളെ അട്ടിപ്പുറത്ത്. അതുകൊണ്ടാണ് പറഞ്ഞ നമ്മുടെ വീടുകളിലൊക്കെ ജപമാല പ്രാർത്ഥന ഉച്ചത്തിൽ. പണ്ടൊക്കെ നമ്മുടെ വീടുകളില് സന്ധ്യാപ്രാർത്ഥന, സന്ധ്യ ആകുമ്പോഴേക്കും ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോ എല്ലാ വീടുകളിലും ഒരുമിച്ച് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് ഈ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് പണ്ടത്തെ മക്കളെ, കുടുംബങ്ങളെ തിന്മയിൽ നിന്നൊക്കെ കാത്ത് സംരക്ഷിച്ചത്, പരിപാലിച്ചത്, അനേകം മക്കളെ മാനസാന്തരത്തിലേക്ക്, ദൈവത്തിലേക്ക്, കൂദാശയിലേക്ക് അടുപ്പിച്ചതൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ അമ്മയുടെ ശക്തി അറിഞ്ഞുകൊണ്ട് ഇതാ പറഞ്ഞ് ഡൊമിനിക്കിനോട് മാതാവ് പറഞ്ഞ്, ഈ എൻജലിക് സാൾട്ടർ മാലാഖയുടെ ഈ പ്രകീർത്തനം ആവർത്തിച്ച് ഉരുവിട്. നമ്മുടെ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി കഠിന പാപത്തിൽ ഇന്ന്
എന്നത്തെക്കാളും ഏറെ കഠിനത ഏറിയിരിക്കുന്ന ഈ മക്കളുടെ അവസ്ഥയിൽ നമുക്ക് ഈ അമ്മയെ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞ് വിളിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക്, മക്കളിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് കഠിന പാപത്തിൽ വീണുപോയ, എന്ത് ചെയ്തിട്ട് യാതൊരു മനസ്താപമില്ലാത്ത, അതുപോലെ പൈശാചികത നിറഞ്ഞ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കളുടെ ഓരോ മേഖലകള്, അവസ്ഥകള്, നിയോഗങ്ങള്, കഠിനതകളൊക്കെ ഈ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റണം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിന്റെ സാന്നിധ്യം വരും, മാതാവിന്റെ ശക്തി പ്രകടമാകും. മാതാവിൽ നിറഞ്ഞ ദൈവകൃപ നമ്മിലേക്കും നമ്മുടെ മക്കളിലേക്കും പ്രസരിക്കാൻ തുടങ്ങും. അവിടെ വലിയ മാനസാന്തരം, വലിയ വിടുതൽ, വലിയ സ്വാതന്ത്ര്യം സംഭവിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആരാധനയിലേക്ക് ഈ സമയം പ്രവേശിക്കുമ്പോൾ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യ സന്നിധിയില് നമ്മുടെ മക്കളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടിയുള്ള ഈ മാതൃസന്നിധിയിലുള്ള ശുശ്രൂഷ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യത്തിന്റെ ശക്തി ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും പ്രകടമാകട്ടെ. വലിയ അത്ഭുതങ്ങള്, മാനസാന്തരങ്ങള്, കഠിനമാക്കപ്പെട്ടവ കർത്താവിന്റെ കൃപയുടെ ശക്തിയാൽ നിർവീര്യമാക്കപ്പെടാൻ കൃപ നിറഞ്ഞ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാം. അമ്മയ്ക്ക് പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് മക്കൾക്കായി ഈ മാതൃസ്ഥാനത്തിൽ നിന്നുള്ള ശുശ്രൂഷ ആരംഭിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ ഇന്ന് ചിന്തിക്കുന്ന വിഷയം എന്താണ്? ദൈവ കൃപ നിറഞ്ഞവൾ, അവളുടെ ശക്തി, അവളുടെ സാന്നിധ്യം, അവളെ പിശാചിന് പേടി. ആ വാക്ക് തന്നെ പിശാചിന് പേടിയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വത്തേ അർത്ഥം മനസ്സിലാക്കി ഇന്ന് എത്രമാത്രം ഈ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചപേക്ഷിക്കാൻ പറ്റുമോ അത്രമാത്രം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലുക. ഇനി അതുമല്ലെങ്കിൽ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന തന്നെ ആവർത്തിച്ച് 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 പ്രാർത്ഥിച്ച് അമ്മ സാന്നിധ്യം, അമ്മയുടെ കൃപയുടെ നിറവ് നമ്മിലും കുടുംബത്തിലും മക്കൾ നിറയപ്പെടാൻ വേണ്ടി വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കും. നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കൂടെ നമുക്ക് അല്പസമയമായിരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. ദിവ്യകാരുണ്യീശോയെ, അമ്മയോടൊപ്പം അങ്ങേ തിരുസന്നിധിയിലായിരിക്കുവാൻ ഈ ഒക്ടോബർ മാസത്തില് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മക്കൾക്കായി മാതൃസന്നിധിയില് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അമ്മയോടൊപ്പം അങ്ങേ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. അമ്മയുടെ സാന്നിധ്യത്തിന്റെ ശക്തി, കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ കുടുംബത്തില്, ജീവിതത്തില് പ്രകടമാക്കിക്കൊണ്ട് കർത്താവേ, എല്ലാ തിന്മകളെയും, ആധിപത്യങ്ങളെയും, ശക്തികളെയും, സാത്താനത്തനെയും തകർക്കുന്ന ശക്തമായ ആയുധമായ അമ്മയുടെ ശക്തമായ ഇടപെടല് ഞങ്ങളുടെ മക്കൾക്ക് വലിയ വിടുതൽ നൽകട്ടെ. പ്രത്യേകിച്ചും ഇന്ന് കർത്താവേ, കഠിന ഹൃദയരായി പോയ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാണ്. കഠിന പാപത്തിലും ഒത്തിരിയേറെ പൈശാചികതയിലും അടിമപ്പെട്ടു പോയ മക്കളുടെ മോചനത്തിനായി ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള ആ മാലാഖയുടെ പ്രകീർത്തനം ആവർത്തിച്ച് ഉരുവിടാൻ ഈശോയെ അമ്മയിലൂടെ തന്നെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ. ഇന്ന് പ്രത്യേകമാവിധം ഞങ്ങളുടെ മക്കളെ കഠിന പാപത്തില് സ്നേഹമില്ല, നന്ദിയില്ല, ഒരു ദൈവിക ചിന്തയില്ല, യാതൊരു സ്നേഹമില്ലാത്ത അവസ്ഥയില് കഠിനമായി പോയ അപ്പനെ തല്ലിയാലും അമ്മയെ തല്ലിയാലും, എത്ര നശിപ്പിച്ചാലും, എത്ര പഠനത്തെ തോറ്റാലും, എത്ര കാശ് കൊണ്ടുപോയി നശിപ്പിച്ചാലും യാതൊരു അനുതാപമില്ലാത്ത, പശ്ചാത്താപമില്ലാത്ത, മാനസാന്തരമില്ലാത്ത കഠിനമായി പോയ മക്കൾ, അമ്മയുടെ വസ്ത്രം പോലും കീറിപ്പറച്ചു വലിച്ചെറിഞ്ഞിട്ടും അട്ടഹസിക്കുന്ന ക്രൂരരായി പോയ, കഠിന ഹൃദയരായി പോയ മക്കൾ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനേകം അമ്മമാരുടെ, അനേകം കുടുംബത്തിന്റെ വേദനകള്, മക്കളെ കുറിച്ചുള്ള സങ്കടങ്ങള് ഇതൊക്കെ കേൾക്കുമ്പോ ഞങ്ങളുടെ മക്കളൊക്കെ എത്രമാത്രം കഠിനമായി പോയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, ഇന്ന് ഞങ്ങൾ പ്രത്യേകം ആ വിധത്തില് മാതൃസന്നിധിയില് കഠിനമായി പോയ
ഹൃദയത്തിന്റെ ഉടമകളായ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യമായ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യത്തിൽ തന്നെ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും കഠിന ഹൃദയത്തിന്റെ പൈശാചികതകളും നിർവീര്യമാക്കപ്പെടുകയും ആ വലിയ കൃപയാൽ ഞങ്ങളുടെ മക്കൾ നിറയപ്പെടാൻ വേണ്ടി അമ്മയുടെ കൃപ നിറഞ്ഞ കരങ്ങളിലേക്ക്, അമ്മയുടെ കൃപ നിറഞ്ഞ ആ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് അമ്മയുടെ കരങ്ങളിൽ പരമേൽപ്പിച്ചുകൊണ്ട് ദിവ്യകാല സന്നദ്ധിയില് ഞങ്ങളെല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏറ്റെടുക്കണമേ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളുടെ മക്കൾ മാനസാന്തരപ്പെടട്ടെ. കഠിന പാപത്തിൽ നിന്ന്, കഠിന ഹൃദയത്തിൽ നിന്ന്, പിശാചി കെട്ടിപ്പൊട്ടി അന്ധമാക്കി വച്ച അവസ്ഥയിൽ നിന്ന് കാണാൻ പോലും പറ്റാത്ത വിധം മാനസാന്തരപ്പെടാനോ അനുതപിച്ച് പശ്ചാത്തപിച്ച് തിരിച്ചു വരാനോ പറ്റാത്ത വിധം കഠിനമായി പോയ അവസ്ഥയിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ കൃപ നിറഞ്ഞവളുടെ സാന്നിധ്യ ശക്തി പ്രകടമാകട്ടെ. സ്വയം ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാവേ, അമ്മയുടെ വലിയ സംരക്ഷണം ഞങ്ങളുടെ മക്കളെ പൊതിയട്ടെ. അമ്മയുടെ സാന്നിധ്യം, കൃപ നിറഞ്ഞ സാന്നിധ്യം എല്ലാ തിന്മയുടെ ശക്തികളെയും നിർവീര്യമാക്കട്ടെ. സാത്താൻ ഭയന്നോടട്ടെ. ഞങ്ങളുടെ മക്കളും അതിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളും രക്ഷിക്കപ്പെടട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് അമ്മയുടെ കരങ്ങളിലൂടെ നമ്മളെല്ലാ മക്കളെയും പരമേൽപ്പിച്ചുകൊണ്ട് മനസാന്തരപ്പെടാനോ അനുദപിച്ച് പശ്ചാത്തപിച്ച് തിരിച്ചു വരാനോ പറ്റാത്ത വിധം, നന്ദിയോ സ്നേഹമോ ഇല്ലാത്ത വിധം കഠിനമായി പോയ, സാത്താൻ ബന്ധിച്ച് കെട്ടിപ്പൊട്ടി കണ്ണുകളെ അന്ധമാക്കിയ നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ ശക്തി പ്രകടമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മക്കൾക്ക് മാനസാന്തരത്തിന്റെ ഹൃദയം നൽകണമേ, അനുതാപമുള്ള ഹൃദയം നൽകണമേ, പശ്ചാത്താപത്തിന്റെ ഹൃദയം നൽകണമേ, സ്നേഹമുള്ള ഹൃദയം നൽകണമേ, ക്ഷമയുള്ള ഹൃദയം നൽകണമേ, നന്ദിയുള്ള ഹൃദയം നൽകണമേ. ഞങ്ങളുടെ മക്കൾ ദൈവകൃപയിൽ, കൃപയുള്ള മാതാവിന്റെ സന്നദ്ധിയില് മധ്യസ്ഥത്തില് അറിയപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് അമ്മയുടെ സാന്നിധ്യത്തിലും അമ്മയുടെ മധ്യസ്ഥത്തിലും നമുക്ക് പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് ഈ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. മാതാവിന്റെ സാന്നിധ്യത്തിലും സംരക്ഷണത്തിലും ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയോട് ചേർന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.